ഹലോ ഫ്രണ്ട്സ്, ഇതെൻ്റെ രണ്ടാമത്തെ വോയിസ് ഓവർ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഒരു ഫുഡ് ഐറ്റം പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷേ ഒരാഗ്രഹം, അതുകൊണ്ട് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. നാട്ടിൽ തന്നെ വീടിൻ്റെ അടുത്തുള്ളതാണേ. വീടിൻ്റെ അടുത്തുള്ള ഒരു സ്റ്റേഷനറി കടയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ മേടിക്കാൻ പോയി. നമ്മുടെ ഐറ്റം എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കടയിൽ പോയി. ജസ്റ്റ് കടയുടെ വീഡിയോ ആണ്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടുന്നൊരു കടയാണ്. നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നൊരു കടയാണ്. ഈ കട വരുന്നത് പോത്താനിക്കാട് കോതമംഗലം റൂട്ടിലാണ്. എന്നിട്ട് നമ്മൾ സ്റ്റേഷനറി സൂപ്പർ മാർക്കറ്റ് എന്ന് പറയാം കേട്ടോ. അത്യാവശ്യം സാധനങ്ങളെല്ലാം ഉണ്ട്. പലവ്യഞ്ജനങ്ങൾ, സ്റ്റേഷനറി ഐറ്റംസ്, എല്ലാ ഐറ്റംസും ഉണ്ട്. എന്നിട്ട് അവിടെ നിന്ന് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു. കുറച്ച് ഐറ്റംസേ ഉള്ളൂ, ബാക്കി വീട്ടിലുണ്ടായിരുന്നു. എന്നിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിയാണേ. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഇത് ഞങ്ങളുടെ നാട് പോത്താനിക്കാടാണ്. എറണാകുളം ജില്ലയിൽ ഒരു മലയോര പ്രദേശം എന്ന് പറയാം, ഗ്രാമപ്രദേശം. അങ്ങനെ നമ്മൾ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം എത്താറായിട്ടുണ്ട്. ഗ്രാമഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ രാവിലെ ഞാൻ കടയിൽ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, പാടമൊന്നും ഇല്ല കേട്ടോ. പാടമൊക്കെ ഫുള്ള് മറ്റുള്ള കൃഷികളൊക്കെ ചെയ്ത് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അങ്ങനെ വീട്ടിലേക്കുള്ള വഴി എത്തിക്കൊണ്ടിരിക്കുന്നു. എത്തി, എൻ്റെ വീടിൻ്റെ പടിക്കലെത്തി. ഈ കാണുന്ന വീടൊന്നും അല്ല കേട്ടോ എൻ്റെ വീട്. എൻ്റെ വീട് ഇതാ ചെറിയൊരു ഇടവഴിയിലൂടെ കയറിപ്പോണം. ഇതാ ഈ വഴിയിലൂടെ കയറിപ്പോകുന്നതാണ് എൻ്റെ വീട്ടിലോട്ട്. കല്ലിട്ടേക്കണയാണേ. അങ്ങനെ എൻ്റെ കൊച്ചു വീടെത്തി. ഇനി നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ഒരു കൂട്ടുണ്ടാക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ ചമ്മന്തി. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം വൈഫിനെ കൊണ്ട് ചമ്മന്തി അരപ്പിക്കുകയാണ്. തേങ്ങാ ചമ്മന്തി ആട്ടോ. ചമ്മന്തി അരച്ചതിന് ശേഷം അടുത്ത പരിപാടി വേറൊരു, ഈ മെഴുക്കുവരട്ടി എന്ന് പറയുന്നത് കൂർക്കയില്ലേ, കൂർക്ക മെഴുക്കുവരട്ടിയാണ്. പിന്നെ നമ്മളൊരു മുട്ട പൊരിക്കുന്നുണ്ട്. മുട്ട പൊരിച്ച് നമ്മൾ ചുറ്റിച്ചെടുത്ത് വട്ടത്തിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് മറിച്ചിടാൻ വേണ്ടി നോക്കുന്നുണ്ട്. ആദ്യം നടന്നില്ല. പിന്നെ നമ്മളത് വിജയകരമായി പൂർത്തിയാക്കി, മറച്ചിട്ടു. പിന്നെ നമ്മൾ ഒരു തീയിലോടെ ഉണ്ടാക്കി ബീറ്റ്റൂട്ട് തോരൻ. പിന്നെ നമ്മൾ കൊണ്ടാട്ടം മുളകല്ല കേട്ടോ, കൊണ്ടാട്ടം പാവയ്ക്ക നമ്മൾ വറുത്തെടുക്കുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം സാധനങ്ങൾ വറുത്തെടുത്തു. ഇനി നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നേ നോക്കൂ. അതെ, പൊതിച്ചോറ്. കുറച്ച് ഐറ്റംസ് കറികളൊക്കെ നേരത്തെ ഉണ്ടാക്കിയതുണ്ടായിരുന്നേ. ഇനി നമ്മൾ പൊതിച്ചോറിലേക്കുള്ള ഐറ്റംസ് പാക്ക് ചെയ്യാം. ആദ്യം ചോറ്, പിന്നീട് കൂർക്ക മെഴുക്കുവരട്ടി വെച്ചു. അതിനുശേഷം ബീറ്റ്റൂട്ട് തോരൻ വെച്ചു. പിന്നെ ഒരു മീൻ വറുത്തത് ഉണ്ടായിരുന്നു, എന്ത് മീനാണെന്നൊന്നും അറിയത്തില്ല, അതും വെച്ചു. പിന്നെ നമ്മുടെ ആദ്യത്തെ പ്രിപ്പറേഷനായ ചമ്മന്തി വെച്ചു. അത് ഉരുള പോലെ ഉരുട്ടിയാണ് വെച്ചേക്കുന്നത്. അതിനുശേഷം അച്ചാർ ഉണ്ടായിരുന്നു, വെച്ചു. നാരങ്ങ അച്ചാറാണ് വെച്ചത്. പിന്നെ നമുക്ക് ലാസ്റ്റ് ഉണ്ടാക്കിയ കൊണ്ടാട്ടം, അതായത് പാവയ്ക്ക കൊണ്ടാട്ടവും വെച്ചു. അത് ഇത്തിരി കൂടുതലുണ്ടായിരുന്നു, ഉള്ളത് ഫുള്ളും വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഡെക്കറേഷനായിട്ട് മേലൊരു മുട്ട പൊരിച്ചതും കൂടി വെച്ചു. ഇനിയാണ് നമ്മുടെ പൊതിച്ചോറ് കെട്ടൽ. ചോറ് ഇത്തിരി കൂടിപ്പോയോ എന്നൊരു സംശയം. അതുകൊണ്ട് തന്നെ കെട്ടാൻ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു.
പിന്നെ എങ്ങനെയൊക്കെയോ കെട്ടി ഒപ്പിച്ചു. ഹാ, അതൊരു കടമ്പയായിരുന്നു കേട്ടോ, പൊതിച്ചോറ് കെട്ടൽ. പൊട്ടിപ്പോകരുതല്ലോ. അതിനുശേഷം നമ്മൾ പത്രപേപ്പറില്ലായിരുന്നു, അതിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്തത് A4 പേപ്പറൊക്കെ വരുന്ന ഒരു കവറുണ്ട്. ആ കവറാണ് നമ്മൾ ഏറ്റവും പുറമെ പൊതിയാക്കാൻ വേണ്ടിയിട്ട് കെട്ടിയത്. കട്ടിയുള്ളത് കൊണ്ട് കുറച്ച് പാടായിരുന്നു കെട്ടാനായിട്ട്. എന്നാലും ലാസ്റ്റ് പൊതിച്ചോറിൻ്റെ ഷേപ്പിലൊക്കെ കിട്ടി. അങ്ങനെ പൊതിച്ചോറ് റെഡി. ഇനി നമുക്കത് പൊതി അഴിച്ച് നോക്കാം. വാവ്, സൂപ്പറായിരുന്നു. ഇലയിലേക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. സ്മെല്ലൊക്കെ വന്നു തുടങ്ങി. ഞാനും വൈഫും കൂടിയാണ് കഴിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ ഉച്ചഭക്ഷണം ഇന്നത്തെ ഈ പൊതിച്ചോറാണ്. പണ്ടത്തെ നൊസ്റ്റുമൊക്കെ ഓർമ്മ വന്നു. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പൊതിച്ചോറ് കെട്ടിപ്പോകത്തില്ലേ, അതൊക്കെ ഓർമ്മ വന്നു. എന്നിട്ട് എല്ലാത്തിൻ്റെയും എല്ലാ കറികളുടെയും ഓരോ കുറേശ്ശെ കുറേശ്ശെ എടുത്ത് കൂട്ടി ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്തു. സൂപ്പറായിരുന്നു കേട്ടോ. പ്രതീക്ഷിച്ചതിനേക്കാൾ നന്നായി. ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ആദ്യത്തെ ഒരു ലോങ് വീഡിയോ ആണ് വോയിസ് ഓവർ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇഷ്ടപ്പെട്ടു. സൂപ്പറായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.